ഗുരുവായൂർ ഏകാദശിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലേക്ക് കടക്കുന്ന ദിവസങ്ങളാണ് ഇനിയുള്ളത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പാരമ്പര്യ ഏകാദശി വിളക്കുകൾ ഇന്നലെ ആരംഭിച്ചു. ഇന്നലെ എന്ന് പറഞ്ഞാൽ ഡിസംബർ 5-ാം തീയതി. ഡിസംബർ 5-ാം തീയതി പഞ്ചമി വിളക്കിനോടനുബന്ധിച്ച് വെന്നിയൂർ കപ്രാട്ട് കുടുംബത്തിന്റെ വക, മലപ്പുറം തിരൂരങ്ങാടി വെന്നിയൂർ കപ്രാട്ട് എന്ന കുടുംബത്തിന്റെ വകയായിരുന്നു പഞ്ചമി വിളക്ക്. പണ്ട് കാലത്ത് ഗുരുവായൂർ ക്ഷേത്രത്തില് ഏകാദശി വിളക്കുകൾ പ്രധാനമായിട്ടുണ്ടായിരുന്നത് 7 ഏകാദശി വിളക്കുകളാണ്. ആ 7 ഏകാദശി വിളക്കുകളാണ് പാരമ്പര്യ ഏകാദശി വിളക്കുകൾ എന്നറിയപ്പെടുന്നത്. പിന്നീട് ഏകാദശി വിളക്കുകളുടെ എണ്ണം കാലാനുസൃതമായിട്ട് ക്രമേണ വർദ്ധിച്ച് ഇപ്പോൾ ഏതാണ്ട് 30 ഏകാദശി വിളക്കുകളുണ്ട്. യഥാർത്ഥത്തിൽ ആദ്യകാലത്തുണ്ടായിരുന്ന 7 ഏകാദശി വിളക്കുകളിൽ ആദ്യത്തെ വിളക്കാണ് പഞ്ചമി വിളക്ക്. രണ്ടാമത്തെ വിളക്ക് ഷഷ്ടി വിളക്ക് ഗുരുവായൂർ മാണിക്യത്ത് കുടുംബവകയാണ്. പിന്നീടുള്ളത് സപ്തമി വിളക്ക് ഗുരുവായൂർ നെന്മിനി മനവകയാണ് സപ്തമി വിളക്ക്. നമുക്കറിയാം നെന്മിനി മനവക സപ്തമി വിളക്ക് വെളിച്ചെണ്ണ വിളക്കാണ്. ക്ഷേത്രത്തിലെ 7000-ലധികം ദീപസ്തംഭവും അതേപോലെ വിളക്കുമാടത്തിലെയും വിളക്കുകൾ വെളിച്ചെണ്ണ ഉപയോഗിച്ച് തെളിയിക്കുന്നതാണ് നെന്മിനി സപ്തമി വിളക്കിന്റെ പ്രത്യേകത. അഷ്ടമി വിളക്ക് എന്ന് പറയുന്ന 8ാമത്തെ തിഥിയിൽ വരുന്ന അഷ്ടമി വിളക്ക് എന്ന് പറയുന്നത് പുളിക്കിഴ വാര്യത്ത് കുടുംബത്തിന്റെ വകയാണ്. അഷ്ടമി വിളക്കിനാണ് സ്വർണ്ണക്കോലം എഴുന്നള്ളിച്ച് തുടങ്ങുക. അഷ്ടമി വിളക്കിന് രാത്രി സ്വർണ്ണക്കോലം എഴുന്നള്ളിക്കും, വിളക്കിന് സ്വർണ്ണക്കോലം എഴുന്നള്ളിക്കും. നമുക്കറിയാം ഗുരുവായൂർ ക്ഷേത്രത്തിലെ അതിവിശിഷ്ടമായ ഒരു കോലമാണ് സ്വർണ്ണക്കോലം. മുഴുവൻ സ്വർണത്തിന്റെ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് പഴയ ഗുരുവായൂർ പത്മനാഭന് ലഭിച്ചിട്ടുള്ള വീരശൃംഖല ചാർത്തിയിട്ടുള്ള മരതക പച്ച ചാർത്തിയിട്ടുള്ള ദശാവതാരം കൊത്തിയിട്ടുള്ള അതിമനോഹരമായ കോലമാണ് സ്വർണ്ണക്കോലം. ആ സ്വർണ്ണക്കോലത്തില് ഗുരുവായൂരപ്പന്റെ തങ്കത്തിടമ്പ് എഴുന്നള്ളിച്ച് അഷ്ടമി വിളക്ക് മുതൽ എഴുന്നള്ളിച്ചു തുടങ്ങും. പിന്നീട് ഒരു വിളക്ക് എന്ന് പറയുന്നത് നവമി വിളക്കാണ്. നവമി വിളക്ക് ഇപ്പോൾ കൊളാടി കുടുംബക്കാരാണ് നടത്തി വരുന്നത്. ഏതാണ്ട് 1 നൂറ്റാണ്ടിലേറെ കാലമായിട്ട് കൊളാടി കുടുംബമാണ് നവമി വിളക്ക് നടത്തി വരുന്നത്. പണ്ട് കാലത്ത് ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന ഏക നെയ്വിളക്ക് നവമി നെയ്വിളക്കായിരുന്നു. നവമി ദിവസം രാത്രി ക്ഷേത്രത്തിലെ ചുറ്റുവിളക്കുകളെല്ലാം നറുനെയ്യ് ഒഴിച്ച് തെളിയിച്ച് ഗുരുവായൂരപ്പന്റെ എഴുന്നള്ളിപ്പിനെ വരവേൽക്കുന്നതാണ് നവമി നെയ്വിളക്ക്. അടുത്തത് ദശമി വിളക്കാണ്. ദശമി വിളക്ക് ശ്രീ ഗുരുവായൂരപ്പൻ സങ്കീർത്തന ട്രസ്റ്റാണ് ഇപ്പോൾ നടത്തുന്നത്. തിരുനാമാചാര്യൻ ആഞ്ഞം മാധവൻ നമ്പൂതിരി ആരംഭിച്ച ശ്രീ ഗുരുവായൂരപ്പൻ സങ്കീർത്തന ട്രസ്റ്റിന്റെ വിളക്കാണ് നവമി വിളക്ക്. അത് ദശമി വിളക്ക് ദശമി വിളക്ക് ശ്രീ ഗുരുവായൂരപ്പൻ സങ്കീർത്തന ട്രസ്റ്റിന്റെ വകയാണ്. അത് ഡിസംബർ 10-ാം തീയതിയാണ് വരുന്നത്. 11-ാം തീയതി ഗുരുവായൂർ ദേവസ്വം നടത്തുന്ന ഏകാദശി വിളക്ക്. ഈ ഏകാദശി വിളക്കുകളിലെ പാരമ്പര്യ വിളക്കുകൾ പണ്ട് സാമൂതിരി രാജാവുമായിട്ട് ബന്ധമുണ്ടായിരുന്ന സമ്പന്നരായ അന്നത്തെ ജന്മിമാരായ കുടുംബക്കാരാണ് നടത്തി വന്നിരുന്നത്. അതേപോലെ ഒരു കുടുംബമാണ് ഈ പഞ്ചമി വിളക്ക് നടത്തിയിരുന്ന കപ്രാട്ട് കുടുംബവും മാണിക്യത്ത് കുടുംബവും ഈ നെന്മിനി മനയുമെല്ലാം. അതേപോലെ പുളിക്കിഴ വാര്യത്ത് കുടുംബവും എല്ലാം പഴയ കാലത്തെ പ്രഭുക്കന്മാരെ പോലെ ജീവിച്ചിരുന്ന ജന്മികളായിട്ടുള്ള ആളുകളായിരുന്നു. നവമി നെയ്വിളക്ക് യഥാർത്ഥത്തിൽ നവമി നെയ്വിളക്ക് 1916 വരെ നവമി നെയ്വിളക്ക് നടത്തിയിരുന്നത് ക്ഷേത്രത്തിൽ മേൽശാന്തിയായിരുന്നു. പിന്നീട് 1916 ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഭരണം ഒരു 12 വർഷക്കാലം കോർട്ട് ഓഫ് ആർട്സിന്റെ കയ്യിലായി. കോർട്ട് ഓഫ് ആർട്സ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ കീഴിലുള്ള ഒരു കോടതിക്ക് സമാനമായ ഭരണ സംവിധാനമായിരുന്നു. സാമൂതിരി രാജാവിന്റെ എല്ലാ എസ്റ്റേറ്റ് ഭരണവും 12 വർഷക്കാലത്തേക്ക് കോർട്ട് ഓഫ് ആർട്സ് ആണ് നടത്തി വന്നിരുന്നത്. അപ്പോൾ അതിൽപ്പെട്ടു ഗുരുവായൂർ ക്ഷേത്രവും. അതുകൊണ്ട് കോർട്ട് ഓഫ് ആർട്സ് ആണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഭരണം 12 വർഷം നടത്തിയിരുന്നത്. അവർ വന്നതിന് ശേഷം നടത്തിയ ആദ്യ ഭരണ പരിഷ്കാരത്തിൽ ഒന്നാണ് ഗുരുവായൂർ ക്ഷേത്രം മേൽശാന്തിക്ക് ശമ്പളം നിശ്ചയിച്ചത് കോർട്ട് ഓഫ് ആർട്സ് ആണ്. AJ തോൺ എന്നറിയപ്പെടുന്ന ഒരു സായിപ്പായിരുന്നു അന്നത്തെ സബ് കളക്ടർ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഭരണം. തോറൻ സായിപ്പ് എന്നാണ് അന്ന് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. അദ്ദേഹം ഗുരുവായൂർ വരുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഒരു നായയും ഉണ്ടാവും. അപ്പൊ തോറനും നായയും കൂടിയാണ് ഗുരുവായൂർ വരുന്നത് എന്നൊക്കെ അക്കാലത്ത് പറഞ്ഞിരുന്നു. അക്കാലത്ത് അദ്ദേഹം ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചിരുന്നില്ല. അദ്ദേഹം ക്ഷേത്രത്തിന്റെ മതിലിൽ ഒരു ഏണി വെച്ച് കയറി നിന്ന് അകത്തെ കാര്യങ്ങൾ നോക്കിക്കണ്ടു മനസ്സിലാക്കി ആവശ്യമായ സംവിധാനങ്ങൾ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോ ഈ തോറൻ സാഹിബ് ഭരണമേൽക്കുന്നത് വരെ ശരിക്കും ഗുരുവായൂർ ക്ഷേത്രത്തില് ഏകാദശി വിളക്ക് നടത്തി വന്നിരുന്നത് മേൽശാന്തിയാണ്. അതിനൊരു കാരണമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ കാലത്ത് മേൽശാന്തിക്കായിരുന്നു സോപാനത്ത് സമർപ്പിക്കുന്ന എല്ലാ പണത്തിന്റെയും അധികാരം മേൽശാന്തിക്കായിരുന്നു.
അപ്പോൾ മേൽശാന്തിക്ക് ചില ഉത്തരവാദിത്തങ്ങളും വരും. ഈ പൈസ എടുക്കുന്നത് മാത്രമല്ല, ക്ഷേത്രത്തിലെ പല പ്രധാനപ്പെട്ട ചടങ്ങുകളും ഈ ഏകാദശി വിളക്കടക്കം നടത്തേണ്ട ഉത്തരവാദിത്തം മേൽശാന്തിക്കായിരുന്നു. അപ്പൊ തോൺ സാഹിബ് അധികാരം ഏറ്റെടുത്തതിന് ശേഷം ആദ്യം ചെയ്തൊരു കാര്യം, ഈ മേൽശാന്തിയുടെ പ്രവൃത്തിയുടെ ഒരു വലിപ്പം മനസ്സിലാക്കിയിട്ട് അദ്ദേഹം മേൽശാന്തിക്ക് ഒരു ശമ്പളം നിശ്ചയിച്ചു. അന്നത്തെ കാലത്ത് 150 രൂപയായിരുന്നു ശമ്പളം. ആ ശമ്പളം എന്ന് പറയുന്നത് ഈ AJ തോൺ എന്ന് പറയുന്ന ഈ സബ് കളക്ടറുടെ അതേ ശമ്പളത്തുകയായിരുന്നു. അപ്പൊ അത്ര വലിയൊരു ശമ്പളം അന്ന് മേൽശാന്തിക്ക് നിശ്ചയിക്കുകയും മേൽശാന്തിയെ ഈ ഏകാദശി വിളക്കിന്റെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. ആ സമയത്താണ് അന്ന് കൊളാടി അപ്പുമേനോൻ എന്ന് പറയുന്ന ഒരു ഭക്തൻ ഗുരുവായൂർ ക്ഷേത്രത്തിലുണ്ടായിരുന്നു. അദ്ദേഹം ഈ വിളക്ക് ഏറ്റെടുക്കുകയും അന്ന് മുതൽ 1916 മുതൽ കൊളാടി കുടുംബം വകയായിട്ടാണ് ഏകാദശി വിളക്കുകൾ നടത്തുന്നത്. അപ്പോൾ ഓരോ ദിവസത്തെയും ഈ പാരമ്പര്യ ഏകാദശി വിളക്കുകൾക്ക് ഓരോ ചരിത്രമാണുള്ളത്. നെന്മിനി മനയുടെ ചരിത്രം ഞാനിപ്പോൾ പറഞ്ഞു. നെന്മിനി മന നൂറ്റാണ്ടുകളായിട്ട്, ഈ 7 വിളക്കുകളും നൂറ്റാണ്ടുകളായിട്ട് നടത്തി വരുന്നതാണ്. അപ്പൊ നെന്മിനി മന വകയാണ് സപ്തമി ദിവസത്തെ രാത്രിയുള്ള വിളക്കെഴുന്നള്ളിപ്പിനുള്ള വെളിച്ചെണ്ണ. അന്ന് പണ്ട് കാലത്തൊക്കെ ധാരാളം തെങ്ങിൻ പറമ്പുണ്ട് നെന്മിനി മനയ്ക്ക്, ഇന്നും ഉണ്ട്. ആ തെങ്ങിൻ പറമ്പുകളിൽ നിന്ന് നാളികേരം ഇട്ട് വെളിച്ചെണ്ണ ആട്ടിയെടുത്ത് അതിൽ തെളിയിക്കുന്ന തിരി മഞ്ഞളിൽ ഇട്ട തിരി തെളിയിച്ചുകൊണ്ടാണ് കൂടുതൽ ശോഭ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് മഞ്ഞൾ തിരിയിട്ടിട്ടാണ് അന്ന് വിളക്കുകൾ തെളിയിച്ചിരുന്നത്. അപ്പൊ അത്ര ശ്രദ്ധയോടെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏകാദശി വിളക്ക് നെന്മിനി മനവകയായിട്ട് നടത്തി വന്നിരുന്നത്. ഗുരുവായൂരിൽ തന്നെയുള്ള ഒരു കുടുംബമാണ് അഷ്ടമി വിളക്ക് നടത്തുന്ന പുളിക്കിഴ വാര്യത്ത് കുടുംബം. അന്ന് രാത്രി മുതലാണ് സ്വർണ്ണക്കോലം എഴുന്നള്ളിക്കുന്നത്. പിന്നീട് നവമി വിളക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ദശമി വിളക്ക് നടത്തി വന്നിരുന്നത് യഥാർത്ഥത്തിൽ സാമൂതിരി രാജയാണ്. അപ്പൊ സാമൂതിരി രാജ 1971 വരെ ദശമി വിളക്ക് നടത്തിയിരുന്നു. പക്ഷേ 1971 സാമൂതിരി രാജയുടെ കയ്യിൽ നിന്ന് ക്ഷേത്രത്തിന്റെ ഭരണാധികാരം സർക്കാർ ഏറ്റെടുക്കുകയും അതിനുശേഷം അദ്ദേഹം വിളക്ക് നടത്താൻ തയ്യാറാവാതെ വരികയും അങ്ങനെ ശ്രീ ഗുരുവായൂരപ്പൻ സങ്കീർത്തന ട്രസ്റ്റിന്റെ പേരിൽ ആ വിളക്ക് തിരുനാമാചാര്യൻ, നാരായണാലയത്തിലെ തിരുനാമാചാര്യൻ ആഞ്ഞം മാധവൻ നമ്പൂതിരി ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് ഏകാദശി വിളക്ക്. ഏകാദശി വിളക്ക് യഥാർത്ഥത്തിൽ കുന്നംകുളത്തുള്ള ചെറളയം രാജാക്കന്മാരുടെ വകയായിട്ടാണ് ഏകാദശി വിളക്ക് ഉദയാസ്തമന പൂജയോടെ നടത്തി വന്നിരുന്നത്. ആ ഏകാദശി വിളക്കും 1971 ശേഷം അവർ നടത്തുന്നില്ല എന്ന് അറിയിക്കുകയും അത് ദേവസ്വം നേരിട്ട് ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഈ 7 വിളക്കുകളുടെ ചരിത്രം. അപ്പോൾ ഇനി അടുത്ത ദിവസങ്ങളിൽ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഈ വിളക്കുകളാണ് നടക്കുന്നത്. ഇന്നലെ പഞ്ചമി വിളക്ക് നടന്നു, ഇന്ന് ഷഷ്ടി വിളക്ക് നടക്കുന്നു, നാളെ സപ്തമി വിളക്ക് നടക്കും. ഇതിലും പ്രധാനമായ മറ്റ് ചില ചടങ്ങുകൾ കൂടി ഇതിനോടൊപ്പമുണ്ട്. നമുക്കറിയാം, ദശമി ദിവസമാണ് പഞ്ചരത്ന കീർത്തനാലാപനം. ഗുരുവായൂരിലേക്ക് എത്തുന്നവരെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. ദശമി ദിവസം രാവിലെ 9 മണിക്കാണ് പഞ്ചരത്ന കീർത്തനാലാപനം. 1973 ചെമ്പൈ വൈദ്യനാഥ ഭാഗവതര് ഗുരുവായൂരില് സംഗീതോത്സവത്തിന്റെ ഭാഗമായിട്ട് ഈ പഞ്ചരത്ന കീർത്തനാലാപനം കൂടി തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചത്. അങ്ങനെ പഞ്ചരത്ന കീർത്തനാലാപനം 1973 തുടങ്ങി. ഇപ്പൊ 51 വർഷമായി. 51ാമത്തെ വർഷമാണ് ഇക്കുറി പഞ്ചരത്ന കീർത്തനാലാപനം. ഡിസംബർ 10-ാം തീയതി ദശമി ദിവസം രാവിലെ 9 മണിക്ക് ആരംഭിക്കും. 1 മണിക്കൂറാണ് ത്യാഗരാജ ഭാഗവതരുടെ ഘനരാഗങ്ങളിലുള്ള 5 രാഗങ്ങളിലുള്ള പഞ്ചരത്ന കീർത്തനങ്ങൾ വേദിയും സദസ്സും ഒരുമിച്ച് ആലപിക്കുന്നത്. അന്ന് തന്നെ അതിമനോഹരമായ മറ്റൊരു ചടങ്ങ് കൂടിയുണ്ട്. ഗുരുവായൂർ കേശവന്റെ അനുസ്മരണ ദിനമാണെന്ന്. ഗുരുവായൂർ കേശവൻ നിങ്ങൾക്കറിയാം, ഗുരുവായൂരപ്പന്റെ സേവകനായി നിന്നുകൊണ്ട് ഏറ്റവും അധികം പ്രശസ്തിയിലേക്ക് എത്തിയ പേരെടുത്ത ആനയാണ് ഗുരുവായൂർ കേശവൻ. ഗുരുവായൂർ കേശവന്റെ അന്ത്യം ദശമി ദിവസം രാത്രി ഏകാദശി പുലരുന്ന വേളയിലായിരുന്നു. ഒരു ഗുരുവായൂർ ഏകാദശി ദിവസം ബ്രാഹ്മമുഹൂർത്തത്തിലാണ് ഗുരുവായൂർ കേശവൻ വിഷ്ണുപാദം പൂകിയത്. യഥാർത്ഥത്തിൽ ഗുരുവായൂർ കേശവന്റെ ഒരു മോക്ഷം ലഭിച്ച പോലെയാണ് ഭക്തജനങ്ങൾ കാണുന്നത്. അപ്പോൾ ഗുരുവായൂർ കേശവന്റെ അനുസ്മരണം ആനകളുടെ ഘോഷയാത്രയായിട്ട് ഈ ദശമി ദിവസം രാവിലെ 7 മണിയോടുകൂടി തിരുവെങ്കടാചലപതി ക്ഷേത്രത്തിൽ നിന്ന് ആനകളുടെ ഘോഷയാത്ര ആരംഭിച്ച് ഗുരുവായൂരിലെത്തി. ഗുരുവായൂരിലെ തെക്കേ നടയിലെ കേശവന്റെ പ്രതിമയ്ക്ക് മുന്നിൽ ആനകൾ നിരന്ന് ഒരാന ഗുരുവായൂർ കേശവന്റെ പ്രതിമയെ വന്ദിച്ച് പുഷ്പാർച്ചന നടത്തി അനുസ്മരണ ചടങ്ങ് നടത്തും. അത്രയും പ്രധാനപ്പെട്ട ചടങ്ങുകൾ അന്ന് നടക്കുന്നുണ്ട്. ഏകാദശിയോടനുബന്ധിച്ചുള്ള ചെമ്പൈ സംഗീതോത്സവം ഏകാദശി ദിവസം രാത്രി 10 മണിയോടുകൂടിയിട്ട് അവസാനിക്കും. ഏകാദശിക്കായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ നട ദശമി ദിവസമായ, അതായത് ഡിസംബർ 10-ാം തീയതി പുലർച്ചെ 3 മണിക്ക് നട തുറന്നാൽ ദശമി, ഏകാദശി ഡിസംബർ 11, ദ്വാദശി ഡിസംബർ 12. അപ്പോൾ ഡിസംബർ 12-ാം തീയതി രാവിലെ 9 മണി വരെ 54 മണിക്കൂർ തുടർച്ചയായിട്ട് ക്ഷേത്ര നട തുറന്നിരിക്കും.
ഈ സമയത്ത് പൂജകൾക്കല്ലാതെ ക്ഷേത്രനട അടക്കില്ല, രാത്രി മുഴുവൻ തുറന്നിരിക്കും. ഭക്തജനങ്ങൾക്ക് സുഖമായിട്ട് ദർശനം നടത്താം. ദ്വാദശിയുടെ അന്ന് രാവിലെ 9 മണിക്ക് നടയടച്ചാൽ അമ്പലം വൃത്തിയാക്കി ശുദ്ധീകരണ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞ് വൈകിട്ട് മാത്രമേ ക്ഷേത്രനട തുറക്കുകയുള്ളൂ. അപ്പൊ ഡിസംബർ 12-ാം തീയതി രാവിലെ 9-ന് ശേഷം വൈകിട്ട് 3:30 വരെ ദർശനം ഉണ്ടാവുകയില്ല. അന്ന് ദ്വാദശി ഊട്ട്, രാവിലെ 9 മണിക്ക് ദ്വാദശി ഊട്ടുണ്ടാവും. അപ്പോൾ അതോടുകൂടി ഏകാദശി ചടങ്ങുകൾ ഏകദേശം പൂർത്തിയാവുകയാണ്. അപ്പോൾ ഈ വർഷത്തെ ഏകാദശി മഹോത്സവം വളരെ ഭംഗിയായി ഇതുവരെ കഴിഞ്ഞു. ഏകാദശി മഹോത്സവത്തിന് എത്തുന്ന ഭക്തജനങ്ങൾ അറിയേണ്ട വിവരങ്ങളാണ് ഇവിടെ നിങ്ങൾക്കായി പങ്കുവച്ചത്. ഇത് സശ്രദ്ധം കേൾക്കുകയും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് എത്തിക്കുകയും ചെയ്യുക. സന്തോഷത്തോടെ, സസ്നേഹത്തോടെ, വി പി ഉണ്ണികൃഷ്ണൻ, കൃഷ്ണാർപ്പണം.